നിങ്ങൾ ആരെങ്കിലും US-ലോ UK-ലോ കാനഡയിലൊക്കെ പഠിക്കാൻ പോവാൻ നിൽക്കുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ ഓൾറെഡി അവിടെ ഉള്ള ആളാണെങ്കിലോ ഈ ന്യൂസുകളൊക്കെ ഒന്ന് കേട്ടു വെച്ചോ, ആവശ്യം വരും. നിങ്ങൾ ഓരോ പുതിയ നിയമങ്ങൾ മാറിയതൊന്നും അറിഞ്ഞില്ലെങ്കിൽ പണി മേടിച്ചു കൂട്ടും, അത്രേ ഉള്ളൂ. അപ്പൊ സംഭവം നടക്കുന്നത് അങ്ങ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയിലാണ്. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയൊരു നിയമം വന്നിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിന്റെ പ്രൊട്ടസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ബാൻ ചെയ്തിട്ടുണ്ട്. വലിയ ഫ്രീ സ്പീച്ചിന്റെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നതാണ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്ക് ഒക്കെ. അവർ തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അതായത് ഈ അമേരിക്കയിലെ സ്റ്റുഡൻസ് ഈ കോളേജിൽ ഒരുപാട് വലിയ പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. ആർക്കെതിരെ? ഇസ്രയേലിനെതിരെ. ആന്റി ഇസ്രയേൽ പ്രൊട്ടസ്റ്റുകൾ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു ഈ കുറെ കാലമായിട്ട്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ് വലിയ ഫേമസ് ആയിട്ടുള്ള അത്ര വലിയ ആൾക്കാരൊക്കെ കൂടിയ ഒരു പ്രൊട്ടസ്റ്റ് നടന്നത്. അപ്പൊ ഇവരൊക്കെ പ്രോ പാലസ്തീന്റെ ആൾക്കാരാണ്, ഇസ്രയേലിനെ എതിർക്കുന്ന ആൾക്കാരാണ്. ഇസ്രയേലിന്റെ മെയിൻ ആളാരാണ്? ട്രംപ് ഇതൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ ട്രംപ് ഒരു നിയമം ഉണ്ടാക്കിയത് ഇങ്ങനെയാണ്: നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഇല്ലീഗൽ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ്, ഇസ്രയേലിനെതിരായിട്ടുള്ള ഏതെങ്കിലും പ്രൊട്ടസ്റ്റ് പോയി പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫോറിൻ സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങളുടെ വിസ അപ്പൊ തന്നെ കട്ട് ചെയ്യും, നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അമേരിക്കയിലെ ഫസ്റ്റ് അമെന്റ്മെന്റിൽ പറയുന്നത് ഫ്രീ സ്പീച്ച് ആണ്, ഗവൺമെന്റിന് ഫ്രീ സ്പീച്ച് തടുക്കാൻ പറ്റില്ല എന്നാണ്. അതൊന്നും ട്രംപിന് വിഷയമല്ല. അപ്പൊ എല്ലാവരും വിചാരിച്ചു ചുമ്മാ പേടിപ്പിക്കാൻ, ഈ പിള്ളേരെയൊക്കെ ഒന്ന് പേടിപ്പിക്കാൻ പറഞ്ഞാന്ന്. പക്ഷെ അങ്ങനെയല്ല. ഒരാളെ അറസ്റ്റ് വരെ ചെയ്തു ഈ ഇടയ്ക്ക്. മഹമ്മൂദ് കാലിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയ്യനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനാണെങ്കിൽ ഗ്രീൻ കാർഡും ഉണ്ട്, അവിടുത്തെ റെസിഡന്റും ആണ്. ഒരു അമേരിക്കക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിനെ കല്യാണം വരെ കഴിച്ചിട്ടുണ്ട്. അൾജീരിയ എന്ന് വന്നതാണ് മഹമ്മൂദ്. അപ്പൊ പുള്ളിനെ അങ്ങടെ തന്നെ കയറ്റിവിടാൻ വേണ്ടി ട്രംപ് പറഞ്ഞു. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് കോടതി ഇതിനെ സ്റ്റേ വിധിച്ചിട്ടുണ്ട്. അപ്പൊ ട്രംപ് ഇങ്ങനെ ഓരോ നിയമങ്ങൾ മാറ്റി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ന്യൂസ് ഒക്കെ എല്ലാവരും ഒന്ന് കേട്ടു വെച്ചോ, അമേരിക്കയിൽ ആരെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ.